എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേനയും പരിപ്പും ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ചേന ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചെറുപയർ പരിപ്പ് കഴുകി വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ് വെള്ളം. ഇത് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതെന്താണെന്നൊന്ന് തുറന്ന് നോക്കാം. ചേനയും പരിപ്പും നല്ല പോലെ വെന്തിട്ടുണ്ട്. ഞാൻ വിസിലൊന്നും കുത്തി കളഞ്ഞിട്ടില്ല. നല്ല പോലെ വെന്ത് നല്ല പായസം പോലത്തെ രീതിയിലായിട്ടുണ്ട്. പാല് തിളപ്പിച്ച് വെച്ചതാണ്. ഒരു കവറ് പാലുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുപ്പ് ഒന്നും കൂടി കത്തിക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരം ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരു 3 തവി പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്കൊരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പായസം നല്ല പോലെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരും. നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്, അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി. കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചേന പായസം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.